ഈ യൂട്യൂബർമാരെല്ലാം മോശമെന്നല്ല, അതിനകത്ത് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതിയേച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ട് നിയമപരമായിട്ട് അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു. ഹലോ ഗൈസ്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇതൊരു കഥയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ ദിയാ കൃഷ്ണയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. OBOCയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് അവരുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് ജുവൽസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. ഈ കോൺട്രവേഴ്സി ആദ്യം ഉടലെടുക്കുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റിലെ ആ അമ്മച്ചിയുടെ ആ ഒരു അനുഭവത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. അവര് ഒരു വീഡിയോ എടുക്കുകയും അതിനെ തുടർന്ന് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലെ റിയാക്ട് ചെയ്യുന്ന എല്ലാവരും എടുത്തു വെച്ച് വീഡിയോ ചെയ്ത് അവരുടെ അവിടെ നടന്നിട്ടുള്ള പരിപാടികളെല്ലാം എക്സ്പോസ് ചെയ്ത് അവരവസാനം നാണം കെടുന്ന ഏർപ്പാടായി. അങ്ങനെ അതിൽ അനന്തു, ലൈഫ് ഓഫ് അനന്തു കുറച്ചധികം രീതിയിൽ ഒന്ന് എക്സ്പോസ് ആക്കി കുറച്ച് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്തപ്പം അവർക്കും അവരുടെ സ്ഥാപനത്തിനും വീട്ടുകാർക്കും എല്ലാവർക്കും അങ്ങ് പൊള്ളിയതിനു ശേഷം രാജഭരണം ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് നേരെ പോലീസിനെ വീട്ടിലേക്ക് അയച്ചു. ഭടന്മാരെ വീട്ടിലേക്ക് അയക്കുകയും സാധാരണക്കാരായ അനന്തുവിന്റെ വീട്ടിൽ വന്ന് ഭടന്മാർ പറഞ്ഞതുപോലെ വീഡിയോ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇവിടുത്തെ രാജഭരണത്തിന്റെ പിടിച്ചു നിൽക്കാനാകാതെ ലൈഫ് ഓഫ് അനന്തു വീഡിയോ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം വലിയ വായ്ത്താളമൊക്കെ അടിച്ച് വലിയ സംഭവമൊക്കെ അടിച്ച് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ട് വലിയ മാസ് കാണിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിയാ കൃഷ്ണ എന്ന് പറയുന്ന അവര് ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താനല്ല അവരൊരിക്കലും ശ്രമിച്ചത്. പകരം ആ തെറ്റിനെ മൂടിക്കെട്ടാൻ അല്ലെങ്കിൽ ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ അധികാരം സ്ഥാപിക്കാനാണ് അവിടെ ശ്രമിച്ചത്. ചെയ്തത് തെറ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതിപ്പോഴും ഞാൻ അത് തന്നെ പറയും. അത് തന്നെയാണ് നടന്നത്. രാജഭരണം തന്റെ കയ്യിലായത് കൊണ്ട് തന്നെ താൻ ആ ഒരു സംഭവത്തിനെ മറച്ചു വെച്ചും കൊണ്ട് തനിക്കെതിരെ ശബ്ദിച്ചവുമാരുടെ വാ പൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു ദിയാകൃഷ്ണ. എന്നാൽ ദിയാകൃഷ്ണ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചോദ്യചിഹ്നത്തിൽ അന്ന് നിന്നും വീട്ടിലെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞ് മനസ്സിലാക്കത്തില്ലേ, മോളെ നിനക്ക് പറ്റിയ തെറ്റ്, നീ അത് തിരുത്തി മുന്നോട്ട് പോ എന്ന് വേണം ഒരു അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നാൽ ഇവരുടെ ഈ ഒരു ഫാമിലി ബേസിൽ നോക്കിയപ്പോൾ രാജാവ് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ ഒരിക്കലും മകൾ ചെയ്ത തെറ്റാണ്, ആ തെറ്റ് തിരുത്തി നീ മുന്നോട്ട് പോ എന്ന് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. പകരം അന്ന് വന്ന് നിന്ന് സംസാരിച്ചത് നമ്മൾ ആന എഴുന്നള്ളി പോകുമ്പോൾ സൈഡിൽ കിടന്ന് കുറെ പട്ടികൾ കുരയ്ക്കും, അതൊന്നും നമ്മൾ നോക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യമാണ് അന്ന് കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി മകൾക്ക് കൊടുത്തു. ഇങ്ങനത്തെ കാര്യമാണ് മകൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ഏത് മക്കളാണ് നന്നാവുക അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക എന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാൻ അന്നും സാധിച്ചത്, ഇന്നും സാധിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ മകളെ നീ ചെയ്തത് തെറ്റാണ്, ഇനി ഇതുപോലെ ആവർത്തിക്കരുത്, നിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, അത് നീ തിരുത്തണം, തിരുത്തി നിന്നെ കുറ്റം പറഞ്ഞവർക്കെതിരെ ജയിച്ചു കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് അച്ഛൻ നിന്നെ കുറ്റം പറഞ്ഞ എല്ലാവരെയും നമ്മൾ വെട്ടി വീഴ്ത്തും. ഈ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് മകൾക്ക് പറഞ്ഞു കൊടുത്തതെങ്കിൽ ഒരിക്കലും ആ മകൾ നേർവഴിയിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി. എന്തായാലും നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പറഞ്ഞൊരു വീഡിയോ ഇറക്കി, അതിലൊക്കെ പലർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കത് ദോഷമായിട്ട് തോന്നുന്നില്ല. മാനസികം ഞാൻ ഒരിക്കൽ അവൾക്കത് ചെറിയൊരു തട്ട് കിട്ടി ഇടയ്ക്ക്. കാരണം വെച്ചാൽ അവളുടെ കച്ചവടത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതിനകത്ത് സോഷ്യൽ മീഡിയ വളരെ നല്ല, പക്ഷേ ഈ ഡബിൾ എഡ്ജ് സ്വാഡ് എന്ന് പറയും, ഇരുവരെയും കട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പൊ എന്ന് വെച്ചാൽ പ്രിൻസി നാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, പെട്ടെന്നത് ഉയർന്നു. അപ്പം അപ്പുറത്തിരിക്കുന്ന 5 പേർക്ക് അത് ബുദ്ധിമുട്ട് വരുന്നു. അല്ല, ഒരു കടക്കാരന് അയാള് ഈ യൂട്യൂബർമാരെല്ലാം മോശമെന്നല്ല, അതിനകത്ത് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതിയേച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ട് നിയമപരമായിട്ട് അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു. ഓഹോ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ ഈ യൂട്യൂബേഴ്സ് മോശക്കാരല്ല എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവും. വേറൊന്നും കൊണ്ടല്ല, ഒരു വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ചാനലിലുള്ള കുടുംബം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത് മിക്കവാറും. കാരണം വീട്ടിലുള്ള 5 പേർക്കും 5 ചാനലുണ്ട്, 5-6 പേരുണ്ടല്ലോ, 4-5-6 പേരുണ്ട്. 6 പേർക്കും 6 ചാനലുള്ള ടീമാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് വേറൊരു വാസ്തവമായ കാര്യം. അതുകൊണ്ടാണ് യൂട്യൂബേഴ്സിനെ ഞാൻ കുറ്റം പറയത്തില്ല, എന്നാലും വാറ് ആ ഒരു സംഭവമാണ് നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ പറയുന്നത്. അപ്പൊ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ? ഇവരെ മനഃപൂർവ്വം നമ്മളെപ്പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോരുത്തരും മനഃപൂർവ്വം കരിവാരി തേച്ചു എന്നാണ് പറയപ്പെടുന്നത്.
നമുക്ക് മനഃപൂർവ്വം കരിവാരിത്തേക്ക് ഇവരാരുടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവമായി വന്നത് ഉപ്പുമുളക് ലൈറ്റിലെ ചേച്ചിയാണ്. അതിനുശേഷം വേറെ പല ആൾക്കാരും വന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ഓരോരുത്തരും എക്സ്പോസ് ചെയ്ത് അവസാനം നാറി മൊത്തം അടവടലം തേഞ്ഞൊട്ടിയത്. ഉപ്പുമുളകിൽ ആ ചേച്ചിക്ക് ഒരിക്കലും വന്നിട്ട് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും അവര് നിങ്ങളുടെ പേരൊന്നും പറയാതെ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അവർ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. നമ്മൾ 2 ദിവസം സമയമൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ ഇതിന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. നമ്മുടെ കാശ് പോയി, കല്ലൊക്കെ പോയി, ഒരു മാലയും കിട്ടി, ഒരു ജോഡിയിൽ നിന്ന് ഒരു കമ്മലായിട്ടുള്ളത് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പം എല്ലാവരും ഇത് കയറി ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ചതിക്കപ്പെട്ടു, നല്ല നിലയ്ക്ക് ചതിക്കപ്പെട്ടു. എന്താ വെച്ചാൽ ഇത്രയും ഒരു യൂട്യൂബിൽ ഇൻസ്റ്റയിൽ നിൽക്കുന്ന ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്കാരിൽ നിന്ന് ഇത്രയും ഒരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതായിരിക്കും ഓരോരുത്തരുടെ മാനേഴ്സ്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അടുക്കളയുടെ പണിയും കാര്യം അങ്ങനെ അവർ വീണ്ടും അടുക്കളയുടെ പണി അങ്ങ് തുടങ്ങി. അപ്പൊ ഇവർ ആണ് ആദ്യമായിട്ട് നെഗറ്റീവ് സൈഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നത്. പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ആ ചാറ്റിൽ ഉൾപ്പെടെ ദിയുടെ പേര് വരുന്നുണ്ട്, ഒബയോസിയുടെ പേരും വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വെളിയിൽ വന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഗതിയിലാക്കിയത്. അതിനുശേഷം ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞും കൊണ്ട്. എന്നാൽ ആ ഒരു വിഷയം കത്തിപ്പടന്നപ്പം അന്ന് ഇവർക്കെതിരെ സംസാരിച്ചവരുടെ വാ പൂട്ടി കെട്ടാനാണ് ഇവർ നോക്കിയത്. പകരം ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ടില്ല. ഇന്നേ വരെ, ഈ നിമിഷം വരെ നോക്കിയിട്ടില്ല. ഇവർക്കെതിരെ സംസാരിച്ച എല്ലാവരുടെ വാ അടച്ചങ്ങി കെട്ടി. എന്തിന്? അനന്തിന്റെ വീട്ടിൽ വരെ ഭടന്മാരെ വിട്ട് രാജഭരണത്തിന്റെ ആ ഒരു സീലടിച്ചു വെച്ചിട്ട് പോയി. അതാണ് അവസ്ഥ. അവൻ മൂടി കെട്ടി വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചന്ന് വീഡിയോ കിട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അതായിരുന്നു അവന്റെ അവസ്ഥ. നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു. അവിടെ വരെ ഞാൻ ഇടപെട്ടില്ല. അവിടെ നമ്മൾ ഇടപെടും. എവിടെ എങ്ങനെ പരാതി കൊടുക്കണം, ആരോട് സംസാരിക്കും. കാരണം എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ കൂടെ നിൽക്കും. അത് ശരിയും തെറ്റൊന്നും ഞാൻ നോക്കത്തില്ല. അത് എൻ്റെ ഒരു രീതിയാണ്. എല്ലാ അപ്പനും അമ്മയും സ്വന്തം മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കും. പക്ഷെ എന്ത് തെണ്ടിത്തനം കാണിച്ചാലും അതിന്റെ ഒപ്പം നിൽക്കുന്നത് എന്തോ അന്തസ്സായിട്ട് എൻ്റെ പൊന്നു കൃഷ്ണകുമാറായിട്ട് ചൂണ്ടിക്കാണിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. മക്കൾ തെറ്റ് ചെയ്താൽ മോളെ നീ അത് ചെയ്ത് തെറ്റാണ്, അല്ലെ മോനെ നീ അത് ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുത്ത് തന്നെ വളർത്തണം. ശിക്ഷ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അടിക്കാനല്ല പറഞ്ഞ്, ശാസിച്ച് അതിൻ്റെതായ രീതിയിൽ തന്നെ മക്കൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വേണം മക്കളെ വളർത്താൻ. അല്ലെങ്കിൽ മക്കൾ അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിൽ കയറും. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പണം മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും മനുഷ്യനല്ലാതെ ആയിപ്പോ. ഇപ്പൊ നിങ്ങളുടെ മകൾക്കൊരു സ്ഥാപനമുണ്ട്, കാര്യങ്ങളുണ്ട്, അത് പൂട്ടിക്കെട്ടിയിട്ട് നമുക്ക് ആർക്കും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ പകരം നിങ്ങളുടെ മകളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തിരുത്തണം എന്നാണ് ഇവിടെ ഓരോ യൂട്യൂബേഴ്സ് ഉന്നയിച്ചിട്ടുള്ളത്. പകരം നിങ്ങൾ അങ്ങ് നമ്മളെല്ലാവരും അടിച്ചമർത്താൻ ശ്രമിച്ചു. നമുക്കൊന്നും തേങ്ങയൊന്നുമില്ല, അത് വേറെ കാര്യം. ഉള്ള കാര്യം പറയാനല്ല, നിങ്ങൾ എന്ത് ചെയ്താലും നമുക്കൊരു തേങ്ങയില്ല. നിങ്ങളുടെ വായിൽ നിന്ന് എഴുന്നിട്ടുണ്ട് എൻ്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കയറി പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സാധനം. ഓക്കെ, നല്ലതാണ്. പക്ഷേ എല്ലാ കണ്ണന്തിരികൾക്കും കൂട്ട് നിൽക്കരുത് തരപ്പൻ. അങ്ങനെ വരുമ്പോഴാണ് നാളെ മക്കൾ തലതെറിച്ച രീതിയിൽ വളർന്ന് വലുതായി മാറ്റി വേറൊരു രീതിയിൽ പോകുന്നത്. അതൊക്കെ മനസ്സിലാക്കി മക്കളെ വളർത്തിയാൽ കൊള്ളാം. അല്ലാതെ പണവും സ്വത്തും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്നാൽ പോരാ. മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം ആദ്യം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കി നിൽക്കും എന്ന് വെച്ചാൽ ബന്ധുക്കളെ അല്ലെങ്കിൽ മറ്റയാൾ ഒരു ന്യായം ചെയ്താലെ തെറ്റാക്കി കാണിക്കുകയല്ല. എൻ്റെ മകളുടെ വണ്ടി ഇടിച്ച വിഷയമുണ്ടായി. 100% മറ്റയാൾ ഇടിച്ചത്. ആ പയ്യന് നല്ല പയ്യനായിരുന്നു. സൊമാറ്റോ ഒരു കമ്പനിയിൽ ഇവള് പേടിച്ചും പോയി, ഇടിച്ചു പൊളിച്ച് നിരക്കി കൊണ്ടുപോയി. അപ്പോൾ തെറ്റ് ആരുടെ എന്നുള്ള ആ പയ്യൻ അവിടെ വെച്ച് പറയുന്നു. പക്ഷേ നമ്മൾ അപ്പോഴും നോക്കേണ്ടത് എത്രയല്ല പയ്യൻ വേദന എടുത്ത് ആശുപത്രി കിടക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ വിളിച്ചു, ആ വണ്ടി നന്നാക്കാനുള്ളതും ആ ചികിത്സയുടെ എല്ലാം കൊടുത്തു. അവർക്കത് വേണ്ടതുവരെ പറഞ്ഞു. പക്ഷെ അപ്പോഴെന്താ പറ്റിച്ചൊരു നമുക്കൊരു മനസ്സമാനമുണ്ട്. കാരണം എത്രയായാലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ വേദന എടുക്കുന്നത് ഭയങ്കരമാണ്, ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. ശരി തെറ്റിനെ വലിയതായിട്ട് നോക്കരുത്. തെറ്റാണെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടെങ്കിലും ഒന്ന് ഹാപ്പി ആക്കിയിട്ട് അവരുടെ മനസ്സിലും ഒരു നല്ല തോട്ട് വരുമല്ലോ. വൈബ്സ് എന്ന് നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് വൈബ്സ് ഉണ്ടാക്കും. അതെ, പോസിറ്റീവ് വൈബ്സ്. ഈ പോസിറ്റീവ് വൈബ്സ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സംഭവം റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ മകൾ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം. എന്താ അവിടെ പോസിറ്റീവ് വൈബ്സ് ഉണ്ടാക്കാനായിട്ട് കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ മകൾക്ക്? എന്താ അവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 10 ആള് പൈസ കൊടുത്ത് സാധനം മേടിക്കുന്ന അവരുടെ പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ലേ? അതെന്താ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും കൊടുക്കാത്തെ? ഏത് കാര്യം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സൊമാറ്റോയിലുള്ള ഒരു പയ്യനെ ഇടിച്ചിട്ട് അതിന് മാത്രം പൈസ കൊടുത്ത് ഒതുക്കി തീർക്കുന്നതല്ലാണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ആൾക്കാർ സാധനം വാങ്ങിയിട്ട് പൊട്ടിയതും പൊടിഞ്ഞതും സാധനങ്ങൾ കിട്ടിയ അവരുടെ നഷ്ടത്തിന് നിങ്ങൾ കൊണ്ട് തിരുത്താൻ മകൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തില്ല. ഇതാണ് എൻ്റെ ചോദ്യം.
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കൃഷ്ണകുമാരേട്ടൻ ഈ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് പുതിയൊരു നിലപാട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു നിലപാട് പറയുന്നുണ്ട്, നമുക്ക് കേട്ടോ. വസ്ത്രത്തെ കുറിച്ച് പറയുക എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഇപ്പോ സാർ തന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പലരും ഈ ചിത്രങ്ങളിൽ വെച്ചിട്ടാണ് ആളുകൾ എന്ത് ഡ്രസ്സാണ് ഈ ധരിക്കുന്നത്, ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി അത് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരു പെൺകുട്ടി തുണി ഇല്ലാതെ നടന്നു പോകുന്നു, തൊടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് എവിടെ നിയമം? ഒരാൾക്ക് എങ്ങനെ നടക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിയമത്തിൽ? ആരെന്ത് വസ്ത്രം ധരിക്കണം? ഇത് ഉടനെ പറയുന്നത് വെച്ചാൽ ആണുങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അവന് എന്താണെന്ന് വെച്ചാൽ അവന് ചികിത്സ കൊടുക്കണം. നമുക്കിത് എന്ത് ഇവിടെ ഇത്രയും ആണുങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ, ഈ കുറച്ചു പേർക്ക് മാത്രം ഇത് ഞരമ്പുകളുടെ കുഴപ്പമാണ്. ഇതിന് ചികിത്സയാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം, പണ്ടൊരു കാര്യം പറയും, ഭയഭക്തി ബഹുമാനം എന്ന് പറയും. ഇവിടെ ഭയമില്ല, അതായത് ശിക്ഷാ നടപടികൾ കുറവാണ്. ഒരേ തെറ്റ് ചെയ്യുന്നതിൽ തന്നെ 10 പേർക്ക് ഒരു ശിക്ഷ, മറ്റൊരാൾക്ക് വേറെ ശിക്ഷ. ഇതാണ് അപകടം വരുത്തുന്നത്. ശിക്ഷ കടുപ്പിച്ചാലുണ്ടല്ലോ ഒരുതനും കളിക്കത്തില്ല. ഭയമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഭയം വന്ന ഒരു കുഴപ്പമുണ്ട്, ഭക്തിയും ബഹുമാനം എൻ്റെ കൂടെ ഇൻബിൽറ്റാ വന്നോളൂ. അത് മാറുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ തീരും. ഒരു ഞരമ്പനെ നല്ല പോലെ ഒന്ന് പിടിച്ച് ശിക്ഷിക്കുന്ന പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കട്ടെ, എല്ലാം മാറിക്കോളും. ഇതിപ്പോ 2 പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലെങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെയാണ്. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മുടെ KK ഫുള്ള് പോസിറ്റീവ് വൈബിലാണ് നിൽക്കുന്നത്. നല്ല പോസിറ്റീവ് വൈബിൽ നിൽക്കട്ടെ. പക്ഷെ നിലപാട് പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. മക്കൾ ഇപ്പോൾ കുറച്ച് മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം അണ്ണന്റെ നിലപാടങ്ങ് മാറിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അണ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ ഇങ്ങനെയല്ലായിരുന്നു. മക്കൾ മാന്യമായി ഡ്രസ്സ് ധരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഞാനൊരു കാര്യം പറയാം, ഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് എങ്ങനെ എവിടെ ധരിക്കണം. അതിലൊന്നും നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ഒക്കേഷൻ അനുസരിച്ചിട്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. നമുക്ക് ആരെയും കുറ്റം പറയാനുള്ള റൈറ്റ്സ് ഇല്ല, പക്ഷെ ഒക്കേഷൻ അനുസരിച്ചിട്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കാനുള്ള സ്വയമേ ഉള്ള ഒരു ബോധം കാണിക്കുക. അല്ലെങ്കിൽ അതത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ KK പറഞ്ഞിട്ടുള്ള ആ ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് ഒന്ന് കാണാം. എപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ച് വരുത്തരുത് പ്രശ്നം. കേട്ടല്ലോ അണ്ണാൻ പറഞ്ഞത്. ഞാനിന്ന് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിൽ ഞാനായിട്ടൊരു എക്സ്പ്ലനേഷൻ പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ മക്കളെ ചെറുതായിരുന്ന സമയത്ത്, മക്കൾ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിരുന്ന സമയത്ത് അണ്ണന്റെ നിലപാട് ഇതായിരുന്നു. മക്കൾ കുറച്ചിപ്പോൾ ഹോട്ടായിട്ടും എക്സ്പോസ് ആയിട്ടൊക്കെ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അണ്ണന്റെ നിലപാട് മാറി. ഒന്നുമല്ല, ഞാനിത് ചൂണ്ടിക്കാണിച്ചത് അന്ന് അണ്ണന്റെ നിലപാട് ഇതും ഇന്ന് അണ്ണന്റെ നിലപാട് ഇതും രണ്ടും കൂടി ഒന്ന് കണ്ടേക്കെന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ എന്നുള്ള രീതിയിൽ നിലപാടൊന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.